അവർ ഫസ്റ്റ് പറഞ്ഞ് 70 സ്പീഡ് കിട്ടുന്നു. ഇപ്പൊ എടുത്തതിന് ശേഷം 45-40 വരെ കിട്ടുന്നുള്ളൂ. ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. പരമാവധി വേഗത മണിക്കൂറിൽ 25 കിലോമീറ്ററിൽ താഴെയുള്ളതും ബാറ്ററി പാക്ക് ഒഴികെയുള്ള വാഹനത്തിന്റെ ഭാരം 60 കിലോഗ്രാമിൽ കൂടാത്തതും 30 മിനിറ്റ് ആവറേജ് പവർ 250 വാട്ടിൽ കുറവുള്ളതുമായ വാഹനങ്ങൾ മാത്രമേ രജിസ്ട്രേഷൻ നമ്പർ ഇല്ലാതെ പൊതുസ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് MVD ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ നിബന്ധനകൾ പാലിക്കാത്ത ഇരുചക്ര വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന്റെ നിർവചനത്തിൽ വരുന്നവയും രജിസ്ട്രേഷൻ നമ്പർ ആവശ്യമുള്ളവയുമാണെന്ന് MVD ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. യാത്രകൾ സുരക്ഷിതമാക്കാൻ എല്ലാത്തരം ഇലക്ട്രിക് സ്കൂട്ടറുകളും ഹെൽമറ്റ് ധരിച്ച് മാത്രം ഉപയോഗിക്കുക. അനലിറ്റിക്കൽ തിങ്കിംഗ്, സ്പെഷ്യൽ ജഡ്ജ്മെന്റ്, വിഷ്വൽ സ്കാനിംഗ് എന്നിവയിലെ പോരായ്മകൾ, പെട്ടെന്ന് ശരിയായ തീരുമാനമെടുക്കാനുള്ള കഴിവില്ലായ്മ, സുരക്ഷയുടെ കാര്യത്തിൽ റിസ്ക് എടുക്കാനുള്ള മനോഭാവം, റോഡ് നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ, പരിശീലനക്കുറവ് എന്നീ കാരണങ്ങൾ കുട്ടികളെ പെട്ടെന്ന് അപകടത്തിൽ ചാടിക്കും. പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ നമുക്ക് ചേർത്ത് പിടിക്കാമെന്നും അവരുടെ സുരക്ഷയെ കരുതി ഇത്തരം വാഹനങ്ങൾ അവർക്ക് നൽകാതിരിക്കണമെന്നും MVD വ്യക്തമാക്കി. ഇലക്ട്രിക് സ്കൂട്ടറുമായി സഞ്ചരിച്ച യാത്രികന്റെ വീഡിയോ കൂടി പങ്കുവച്ചാണ് MVDയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്.